ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇന്നസെന്റ് എന്ന മൂവിയാണ്. ലേഡീസ് ടോയ്ലറ്റിൽ കയറി നഗ്നതാ പ്രദർശനം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായകന്റെ ഒരു വീഡിയോ വൈറലാകുന്നു. ആ വീഡിയോ നായകന്റെ ജീവിതത്തെ ഒരുപാട് ബാധിച്ചു. നീതിക്ക് വേണ്ടി അവൻ നടത്തുന്ന പോരാട്ടമാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ചമയവിളക്ക് ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ നായകനായ വിനോദിനെയും അവന്റെ കുടുംബത്തെയാണ് കാണിക്കുന്നത്. വിനോദിനൊരു ചേട്ടനുണ്ടായിരുന്നു. അയാളുടെ പേര് ശ്രീരാജ് എന്നാണ്. ദുബായിൽ ജോലി ചെയ്തിരുന്ന ശ്രീരാജ് ആകട്ടെ ഇപ്പൊ ആ ജോലിയൊക്കെ വിട്ട് നാട്ടിലെത്തി റീൽസ് ഒക്കെ എടുത്ത് നടപ്പാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായ വിനോദ് ജോലി ചെയ്യുന്നത് സിറ്റി പ്ലാനിംഗ് ഓഫീസിലാണ്. ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് നാട്ടിലെ ഒരാളാകട്ടെ അവിടുത്തെ വില്ലേജ് ഓഫീസിന് തീയിടുന്നതാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ റെഡിയായി ഓഫീസിലേക്ക് പോകുന്ന വിനോദിനെയാണ്. നമ്മുടെ വിനോദ് ആളൊരു വൃത്തിക്കാരനായിരുന്നു. ചെറിയ പൊടിയടിക്കുന്ന സ്ഥലത്ത് പോലും അവൻ തന്റെ തൂവാല കൊണ്ട് മുഖം മറയ്ക്കും. ഓഫീസിൽ എല്ലാവരും അവന്റെ സുഹൃത്തുക്കളായിരുന്നു. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചായ പോലും സ്വന്തം കപ്പലൊഴിച്ചാണ് അവൻ കുടിക്കുന്നത്. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന വിനോദിനാകട്ടെ ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. ജോലി നിർത്തി വന്നു നിൽക്കുന്ന ചേട്ടനും ചേട്ടത്തിയും അവരുടെ 2 മക്കളും അവന്റെ അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് അവന്റെ കുടുംബം. ചേട്ടന്റെ മക്കളോടെല്ലാം തന്നെ വിനോദിന് വലിയ സ്നേഹമായിരുന്നു. അങ്ങനെ ഇരിക്കെ വിനോദിന് ഒരു ആലോചന വരുന്നു. രജിത എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കൊന്നും അല്ല അവരെ വിളിച്ചത്. പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ കൂടെയാണ് വരുന്നത്. വിനോദിന്റെ കൂടെ അവന്റെ ചേട്ടൻ ശ്രീരാജും പോകുന്നു. രജിത ഒരു ഏവിയേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു. രണ്ടുപേരും കണ്ടു, പരസ്പരം പരിചയപ്പെട്ടു. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാര് അവരുടെ ആലോചന മുന്നോട്ട് കൊണ്ടുപോയി. രജിതയുടെ വീട്ടുകാർക്കാകട്ടെ അവൻ സർക്കാർ ഉദ്യോഗസ്ഥനായോണ്ട് വേറെ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരുടെ എൻഗേജ്മെന്റും കഴിഞ്ഞു. എൻഗേജ്മെന്റിന് വന്ന പല ആൾക്കാരും ഇവരുടെ ജോഡി കണ്ടിട്ട് പരസ്പരം പറയുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കും ഈ പെങ്കുച്ച് ഇവനെ കെട്ടിയതെന്ന്. അത്രയും ദിവസം കറക്റ്റ് ആയിട്ട് ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ വിനോദാകട്ടെ പിന്നെ പല കാരണങ്ങളും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ലീവ് എടുത്ത് രജിതയുടെ കൂടെ കറങ്ങാൻ പോകും. എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യമൊന്നും തന്നെ ഓഫീസിൽ അവൻ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫാമിലി മാത്രമുള്ള ഫംഗ്ഷൻ ആയിരുന്നു അത്. പക്ഷെ അവന്റെ ഓഫീസിലെ അംഗങ്ങള് ഇത് കണ്ടുപിടിക്കുന്നു. കാരണം ആ പെൺകുട്ടിയുടെ വീട്ടുകാര് ഓഫീസിലുള്ള പലരോടും ഇവനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരിവനെ കൈയോടെ പിടിച്ച് ചെലവ് ചെയ്യാൻ പറയുന്നു. അന്ന് രാത്രിയാകട്ടെ വിനോദിന് ജോലി ആവശ്യമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ആ യാത്ര പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ നാട്ടിലെ പ്രശസ്തമായ ഭദ്ര എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി. എല്ലാവരും അവിടെ നിന്ന് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു. കൈ കഴുകാൻ അവൻ ചെന്നപ്പോൾ ആ വാഷ് ബേസിൻ ഏരിയ എല്ലാം തന്നെ വൃത്തികേടായിരുന്നു. വിനോദിന് ശരിക്കും വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൻ എങ്ങനെയൊക്കെ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് കൈയൊക്കെ കഴുകിയത്. ബില്ല് കൊടുക്കാൻ വരുമ്പോ അവൻ ഓണറിനോട് പറയുന്നുണ്ട് വാഷ് ബേസിൻ ഏരിയ വളരെ വൃത്തികേടാണ്, ഒന്ന് നന്നാക്കിയിടണമെന്ന്. അത് തുപ്പുന്ന സ്ഥലമല്ലേ, അങ്ങനെയൊക്കെ കിടക്കുമെന്നാണ് അയാൾ പറയുന്നത്. എന്നാലും കാശ് കൊടുത്ത് തുപ്പുന്ന സ്ഥലമല്ലേ, അപ്പൊ വൃത്തിയാക്കിയിടണമെന്ന് അവനും പറയുന്നു. കൂടുതൽ വാക്കുതർക്കത്തിന് നിൽക്കാതെ അവരവിടെ നിന്നും ഇറങ്ങി. കൂട്ടുകാരെല്ലാം അവരവരുടെ വീട്ടിലേക്ക് പോയി. വിനോദ് ബസ് കയറി തനിക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു. കുറെ നേരം കഴിഞ്ഞപ്പോ അവന് വയറുവേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ അസ്വസ്ഥത. അതേസമയം കൂട്ടുകാരെ വിളിച്ചപ്പോൾ അവരിൽ പലർക്കും വയറുവേദനയും വയറിളക്കവും തുടങ്ങിയിരുന്നു. സംഭവം ഫുഡ് പോയിസൺ ആണെന്ന് അവർക്ക് മനസ്സിലായി. വിനോദിനാകട്ടെ കുറെ നേരമായിട്ട് വയറുവേദനിക്കുന്നു. ഒട്ടും പിടിച്ചു നിൽക്കാൻ വയ്യ. അതിനിടയ്ക്കാകട്ടെ രജിത അവനെ നിരന്തരം കോൾ ചെയ്യുന്നുണ്ട്. അവളോട് സംസാരിക്കാൻ പോലും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഗതികിട്ട് അവൻ കണ്ടക്ടറോട് പറയുന്നുണ്ട് അത്യാവശ്യമായിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന്. കണ്ടക്ടർ ഡ്രൈവറോട് ഇവന്റെ അവസ്ഥയെപ്പറ്റി വിളിച്ചു പറയുന്നു. ബസ്സിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്താണെങ്കിലും അടുത്ത സ്റ്റാൻഡിൽ 5 മിനിറ്റ് നിർത്താമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ വണ്ടി സ്റ്റാൻഡിലേക്ക് കയറ്റി. അവൻ നേരെ ഓടി ടോയ്ലറ്റിലേക്ക് കയറി. വളരെ വൃത്തിഹീനമായ ആ ടോയ്ലറ്റില് പുരുഷന്മാരെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് 2 ടോയ്ലറ്റിലും ആൾക്കാരുണ്ടായിരുന്നു. ഒരെണ്ണത്തിനാകട്ടെ വാതില് പോലുമില്ല. വൃത്തികേടായി കിടക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ പൊളിഞ്ഞു കിടന്ന സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് അവൻ കയറുന്നു. അതിൽ പലതിനും വാതിലുമില്ല, കൊളുത്തുമില്ല. എല്ലാം വൃത്തികേടായി കിടക്കുന്നു. ഒടുവിൽ ഒരു ടോയ്ലറ്റ് കണ്ടുപിടിച്ച് അതിനകത്തേക്ക് കയറി എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വാതിലടച്ചു. പൊട്ടിയ ബക്കറ്റും വൃത്തിഹീനമായി കിടക്കുന്ന ബാത്റൂമും എങ്ങനെയൊക്കെയോ അതൊന്ന് ചെറുതായിട്ട് ക്ലീൻ ആക്കിയിട്ട് അവൻ തന്റെ പാന്റ് ഊരി എവിടെ വെക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. അവിടെ കൊളുത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. മുകളിൽ കണ്ട ജനലിന്റെ അടുത്തേക്ക് തിരികെ വെക്കുന്നുണ്ട്. എന്നിട്ട് അവൻ കാര്യം സാധിക്കാനിരുന്നു. ആ സമയം ബസ്സിലെ ആൾക്കാരെല്ലാം തന്നെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. സമയം പോകുന്നു, അയാളോട് പെട്ടെന്ന് വരാൻ പറ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് സ്ഥലത്ത് എത്താനുള്ളതാണെന്ന്. പാവം വിനോദിന്റെ വയറിളകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ആ ബാത്റൂമിന്റെ ബാക്കിലൂടെ പോയ ഒരാളാകട്ടെ അവിടെ തൂങ്ങിക്കിടക്കുന്ന പാന്റ് കണ്ട് അതെടുത്തുകൊണ്ട് പോകുന്നു. വിനോദ് കാര്യം കഴിഞ്ഞ് പാന്റ് നോക്കിയപ്പോ അത് കാണുന്നില്ല. അവൻ ആകെ ടെൻഷനിലായി. ആ സമയം അവനെ കാണാതെ അവിടേക്ക് വന്ന ഡ്രൈവറിനോട് അവൻ കാര്യം പറയുന്നു. എന്റെ പാന്റ് ആരോ എടുത്തുകൊണ്ട് പോയി, എനിക്ക് നാണം മറയ്ക്കാൻ എന്തെങ്കിലും കൊണ്ടുതരാൻ. സാഹചര്യം മനസ്സിലാക്കിയ ഡ്രൈവർ ആകട്ടെ അവൻ ഉടുക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെ കുറെ പാർട്ടി പ്രവർത്തകർ കിടന്ന് ഉറങ്ങുന്ന കാണുന്നത്. ആ സൈഡിലായിട്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ പോയി അത് കീറിയെടുക്കാൻ തുടങ്ങി. പാർട്ടിയുടെ ഫ്ലെക്സ് കീറുന്നെന്നും പറഞ്ഞ് പാർട്ടി പ്രവർത്തകർ ഡ്രൈവറെ കൈയോടെ പിടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് കണ്ടക്ടറും ബസ്സിലെ ആൾക്കാരും എല്ലാം കൂടി അവിടേക്ക് വരുന്നു. ഡ്രൈവർ എല്ലാരോടും കാര്യം പറയുന്നു. ഞാൻ മനഃപൂർവ്വം അത് കീറിയതല്ല, ഇവിടെ ഒരാള് പാന്റ് നഷ്ടപ്പെട്ട് നാണം മറയ്ക്കാൻ ഒന്നുമില്ലാതെ നിൽക്കുന്ന അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് കീറാൻ ശ്രമിച്ചതെന്ന്. അത് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം നേരെ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് വരുന്നു. പാന്റ് ഇല്ലാതെ നിൽക്കുന്ന വിനോദിനെ കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അവൻ ആകെ നാണം കെട്ട് നിൽക്കുകയായിരുന്നു. അവന്റെ അവസ്ഥ മനസ്സിലാക്കി കണ്ടക്ടർ നേരെ വണ്ടിയിലേക്ക് പോയി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കൈലി
എടുത്തുകൊണ്ട് വന്ന് അവന് കൊടുക്കുന്നു. അവൻ അതുകൊടുത്താണ് പുറത്തേക്ക് വരുന്നത്. ആ സമയം എല്ലാവരും ബസ്സിൽ കയറിയിരിപ്പുണ്ട്. ഇവൻ വരുന്നത് കണ്ട് എല്ലാവരും അവനെ നോക്കി ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സകല ന്യൂസ് ചാനലുകളും വിനോദിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ആദ്യം ശ്രീരാജ് വിചാരിച്ചു തന്റെ ഏതോ റീല് വൈറലായിട്ട് ആരോ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതാണെന്ന്. പക്ഷേ പിന്നാണ് കാര്യം വിനോദ് ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കുന്നത്. ലേഡീസ് ടോയ്ലറ്റിൽ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് പറഞ്ഞിട്ട് വിനോദിന്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. 1 മില്യൺ വ്യൂസ് ആണ് അതിന് വന്നിരിക്കുന്നത്. ഇവനൊരു ഞരമ്പ് രോഗിയാണെന്നും ഇവന് കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ഇവനെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ ന്യൂസ് ചാനലുകളിലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. തന്നെക്കുറിച്ച് തെറ്റായിട്ട് ആൾക്കാർ ഓരോന്ന് പ്രചരിപ്പിക്കുന്നത് അറിഞ്ഞിട്ട് വിനോദ് ആകെ തകർന്നുപോയി. അവന്റെ ആ വീഡിയോ ലോകം മുഴുവൻ കണ്ടു. അത് കാരണം അവൻ കുറച്ച് ദിവസത്തേക്ക് ഓഫീസിലേക്ക് പോയില്ല. വിനോദിന്റെ വീഡിയോ വൈറലായതോടുകൂടി രജിതയും ആകെ നാണക്കേടിലായിരുന്നു. അത് കാരണം അവൾ അവനോട് പറയുന്നുണ്ട് ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണെന്ന്. അങ്ങനെ അവന്റെ വിവാഹവും മുടങ്ങി. അവന്റെ അയൽക്കാരായ സ്ത്രീകളാകട്ടെ ഞരമ്പ് രോഗിയായ ഇവന്റെ വീട്ടിലേക്ക് വരാതെയായി. അവരുടെ മക്കളെ ഇവൻ മോശമായിട്ട് നോക്കുന്നു കരുതിയിട്ട് വീടിന്റെ അതിർത്തിയിലൊക്കെ മറകെട്ടാൻ തുടങ്ങി. അവന്റെ സ്വന്തം ചേട്ടത്തി പോലും തന്റെ മകളോട് വിനോദിന്റെ റൂമിലേക്ക് പോകണ്ടെന്ന് പറയുന്നു. അത് കണ്ടിട്ട് ശരിക്കും വിനോദിന്റെ ചേട്ടൻ ശ്രീരാജിന് ദേഷ്യം വരുന്നുണ്ട്. എന്റെ അനിയനെ കുറിച്ച് എനിക്കറിയാവുന്ന പോലെ ആർക്കും അറിയില്ല. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാമെന്നും അതുകൊണ്ട് എന്റെ മോള് അവന്റെ കൂടെ കളിക്കാൻ അവന്റെ റൂമിലേക്ക് പോകുമെന്നും പറയുന്നു. മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും തന്റെ ചേട്ടനെങ്കിലും തന്നെ മനസ്സിലാക്കിയതാലോചിച്ച് വിനോദിനെ കുറിച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. തനിക്കെതിരെ നടക്കുന്ന ഈ കുപ്രചാരണങ്ങൾക്കെതിരെ വിനോദ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സ്റ്റേഷനിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഇവൻ നിരപരാധിയാണെന്ന്. പക്ഷെ അത് തെളിയിക്കാൻ പറ്റില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതിലെന്ത് കാണിക്കുന്ന ആൾക്കാർ കൂടുതലും അതാണ് വിശ്വസിക്കുന്നത്. മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അവനെ കാണാൻ അവന്റെ ഓഫീസിൽ അംഗങ്ങൾ വരുന്നു. അവരവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിന്റെ പ്രശ്നം ആൾക്കാർ മറക്കും. അതുകൊണ്ട് നീ ഇതൊന്നും കാര്യമാക്കേണ്ടതാണ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ആശ്വാസം അവന് തോന്നുന്നുണ്ടെങ്കിലും അവന്റെ കയ്യിൽ കൊടുത്ത അവന്റെ സസ്പെൻഷൻ ലെറ്റർ കണ്ടതോടുകൂടി അവന്റെ ആ ഒരു ആശ്വാസം ഇല്ലാതെയായി. അവനെതിരെ വേറെ ആരൊക്കെയോ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് ഈ സസ്പെൻഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 6 മാസത്തേക്ക് ഇനി അവൻ ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല. അതിനിടയ്ക്കാണ് അവന്റെ കുഞ്ഞമ്മയുടെ മകൻ വൈശാഖ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്. എന്നാൽ വൈശാഖിന്റെ അമ്മയ്ക്കും അച്ഛനും അവൻ നാട്ടിലേക്ക് വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കഷ്ടപ്പെട്ടാണ് ഗൾഫിലേക്ക് അവനെ പറഞ്ഞു വിട്ടത്. ആ കടം പോലും അവൻ തീർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജോലിയും കളഞ്ഞിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അവനെ കുറെ വഴക്ക് പറയാൻ തുടങ്ങി. വൈശാഖിന് അവന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത കാരണം വിനോദിന്റെ വീട്ടിലായിരുന്നു പിന്നീട് വൈശാഖിന്റെ കിടപ്പ്. ഇപ്പൊ രണ്ടുപേർക്കും പണിയൊന്നും ഇല്ലാതിരിക്കുന്ന കാരണം വിനോദിന്റെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ആക്കാമെന്ന് വൈശാഖ് വിനോദിനോട് പറയുന്നു. ഇവന്റെ പ്രശ്നം തുടങ്ങിയത് തന്നെ ആ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചതുകൊണ്ടാണ്. അത് കാരണം അവിടെ നിന്ന് ആഹാരം കഴിച്ച എല്ലാവരെയും കൂട്ടി വൈശാഖ് വിനോദും ആ ഹോട്ടൽ ഉടമയെ പോയി കാണുന്നു. ഇവിടെ നിന്നും ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഫുഡ് പോയിസൺ അടിച്ചുവെന്നും അത് കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വലിയ ഇഷ്യൂയിലേക്ക് നയിച്ചു എന്നും പറഞ്ഞിട്ട് ആ ഉടമയോട് ഇവർ തർക്കിക്കാൻ തുടങ്ങിയതും അയാളാകട്ടെ ഇവരെ എല്ലാവരെയും പേടിപ്പിച്ച് അവിടെ നിന്ന് ഓട്ടിക്കുകയാണ്. കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും വൈദ്യുതി പിടിക്കില്ല എന്നാണ് അയാൾ പറഞ്ഞ കാരണം. എന്താണെങ്കിലും ആ ഹോട്ടലിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിനോദ് നേരെ ഫുഡ് സേഫ്റ്റി ഓഫീസിലേക്ക് പോകുന്നു. അവിടുത്തെ ഓഫീസറാണ് നമ്മുടെ ഈ മൂവിയിലെ നായികയായ കാവ്യ. വിനോദും കൂട്ടരും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ കാവ്യയ്ക്ക് മുകളിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട്. ഭദ്ര ഹോട്ടലിനെതിരെ ആരെങ്കിലും പരാതിയായിട്ട് വരികയാണെങ്കിൽ അത് സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അവൾക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ മുകളിൽ നിന്നുള്ള ഓർഡർ അവൾക്ക് തള്ളിക്കളയാൻ പറ്റില്ലായിരുന്നു. അതിനിടയ്ക്ക് ഒരു ഹോട്ടല് അടച്ചുപൂട്ടിയതിന്റെ പേരിൽ ഒരു അച്ഛനും മകനും അവളോട് റിക്വസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ എങ്ങനെയെങ്കിലും തുറക്കാനുള്ള പെർമിഷൻ തരണമെന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്ന് പേടിപ്പിക്കുന്ന കാരണം അവൾ അയാളോട് പറയുന്നു നിങ്ങൾ ചാടുന്നെങ്കിൽ ചാടിക്കോളാൻ. എന്നാൽ അയാൾ വെറുതെ പേടിപ്പിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് ചാടാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നം കഴിയുമ്പോഴാണ് വിനോദ് അവിടേക്ക് കയറി വന്ന് ഭദ്ര ഹോട്ടലിനെതിരെ തനിക്ക് പരാതിയുണ്ടെന്ന് അവളോട് പറയുന്നത്. ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവനുണ്ടായ കാര്യങ്ങളെല്ലാം കാവ്യയോട് അവൻ പറയുന്നു. അവൻ കയറി വന്നപ്പോഴേ ഓഫീസിലെ അംഗങ്ങൾക്കെല്ലാം അവനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം അവന്റെ വീഡിയോ അത്രയ്ക്ക് വൈറലായിരുന്നല്ലോ. പക്ഷേ കാവ്യയ്ക്ക് മുകളിൽ നിന്നുള്ള ഓർഡർ കാരണം അവൾക്ക് പെട്ടെന്ന് അവരുടെ പരാതി സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. അത് കാരണം അവളാകട്ടെ അവരോട് തെളിവുകൾ ചോദിക്കുന്നു. ഫുഡ് പോയിസൺ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, ഏത് ഡോക്ടറെ കാണിച്ചത്, അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനൊക്കെ ഇവരോട് പറയുന്നു. എന്നാൽ ഇവരാരും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അതിന്റെ തെളിവുകളും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. തെളിവില്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് കാവ്യ അവരെ പറഞ്ഞു വിട്ടു. വിനോദിനും വൈശാഖിനും ആകെ ദേഷ്യം വരുന്നുണ്ട്. വിനോദ് രണ്ടും കൽപ്പിച്ച് അവിടെ അപേക്ഷകൾ എഴുതാനിരിക്കുന്ന ഒരു ലേഡിയെ കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട് എനിക്കൊരു അപേക്ഷ എഴുതാനുണ്ടെന്ന്. KSRTCക്കായിരുന്നു വിനോദ് പരാതി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ KSRTC ഡിപ്പോകളുടെയും ബാത്റൂമുകൾ ക്ലീൻ ആക്കണമെന്നും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുമാണ് ആ പരാതിയിലൂടെ അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം ആൾക്കാർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരാതി എഴുതാൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു പരാതി എഴുതാൻ ഒരാൾ വരുന്നതെന്ന് ആ ലേഡി അവനോട് പറയുന്നു. അവൻ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് നേരുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ ഒന്ന് പൊക്കി പറഞ്ഞത് കാരണം അവന്റെ കയ്യിൽ നിന്ന് 200 രൂപ അവർക്ക് കിട്ടുകയും ചെയ്തു. ആ പരാതിയുമായിട്ട് അവർ നേരെ പോകുന്നത് KSRTC ഡിപ്പോയിലേക്കാണ്. അവിടെ പോയി ഈ പരാതി കൊടുത്തിട്ട് തനിക്കുണ്ടായ അനുഭവത്തെ പറ്റി വിനോദ് പറയുന്നു. പാന്റ് ഊരിയിട്ടൊന്ന് കൊളുത്തിയിടാൻ അവിടെ ഒരു ഹുക്കില്ല, ഡോറിനൊന്നും മര്യാദയ്ക്ക് ലോക്കില്ല, ബാത്റൂമിൽ വെള്ളവും ഇല്ലാതെ ക്ലീനും അല്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അവൻ പറയുന്നുണ്ടായിരുന്നു. അവന്റെ പരാതിയൊക്കെ കേട്ട് അത് ഞങ്ങൾ ഉടനെ തന്നെ പരിഹരിക്കാമെന്ന് ആ ഓഫീസർ പറയുന്നു. അതും കേട്ട് വിനോദ് തിരിച്ചു പോകാൻ തുടങ്ങി. പക്ഷെ ആ സമയം ആ ഓഫീസർ അവന്റെ ആ പരാതി വലിച്ചു കീറി കളയുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ്
അവൻ തിരിച്ചു വരുന്നത്. ദേഷ്യം വന്ന വിനോദാകട്ടെ ആ ഓഫീസറിനെ തല്ലി. ഇത്രയും കാലം ഒരു പാവത്താനെ പോലെ ഇരുന്ന വിനോദിന്റെ മറ്റൊരു രൂപമായിരുന്നു വൈശാഖ് പിന്നെ കണ്ടു തുടങ്ങിയത്. അവൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവനുണ്ടായ അപമാനത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത്. അതിനിടയ്ക്ക് വൈശാഖ് ആകട്ടെ വിനോദിനോട് പറയുന്നുണ്ട്, ഇതുപോലെ പല ആവശ്യങ്ങൾക്കും പല ഓഫീസുകളിലും കയറിയിറങ്ങി ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ സ്ഥിരമായി കയറിയിറങ്ങി നടക്കാതെ വന്നപ്പോ ചിലർ ആ ഓഫീസ് കത്തിച്ചിട്ടുണ്ട്. ഈ വാർത്തകളൊക്കെ നീ കണ്ടോ? ഇതുപോലെ എന്തെങ്കിലും നീ ചെയ്യണം. ഇതുപോലെ പ്രതികരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ പറ്റൂ. നീ ഇതുപോലെ ഏതെങ്കിലും ഓഫീസ് കത്തിക്കണം, അല്ലെങ്കിൽ വല്ല വണ്ടിക്കും കല്ലെറിയണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിന്റെ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും. പിറ്റേന്ന് വീണ്ടും വിനോദ് കാവ്യയെ കാണാൻ പോകുന്നു. എന്നാൽ കാവ്യ അവനോട് പറയുന്നുണ്ട്, നിനക്കുണ്ടായ പ്രശ്നങ്ങളെ പറ്റി എനിക്കറിയാം. അത് കാരണം നിന്റെ വിവാഹം മുടങ്ങിയ കാര്യവും ഞാൻ അറിഞ്ഞു. എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ മുകളിൽ നിന്ന് എനിക്ക് നല്ല പ്രഷറുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ വിനോദ് അവിടെ നിന്നും പോയി. വൈശാഖ് പറഞ്ഞ വഴിയായിരുന്നു പിന്നീട് വിനോദിന്റെ മുന്നിലുണ്ടായിരുന്നത്. അവൻ എന്തെങ്കിലും കാണിച്ചിട്ട് അവനെ പോലീസ് അറസ്റ്റ് ചെയ്യണം. ഇതൊരു സെൻസേഷണൽ ഇഷ്യൂ ആക്കി മാറ്റണം. ആ സമയം അവന്റെ ആവശ്യങ്ങൾ അവൻ മുന്നോട്ട് വയ്ക്കുകയും അത് സർക്കാർ അവന് സാധിച്ചു കൊടുക്കുകയും വേണം. അതിനുവേണ്ടി അവൻ കണ്ടെത്തിയത് ഗ്യാരേജിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സുകളുടെ എല്ലാം തന്നെ ചില്ല് തകർക്കുക എന്നുള്ള മാർഗമായിരുന്നു. അങ്ങനെ അവൻ നേരെ അവിടേക്ക് പോകുന്നു. അവരുള്ള CCTVയിൽ നോക്കിയിട്ട് തന്റെ പേരും അഡ്രസ്സും ഒക്കെ പറയുന്നുണ്ട്. എനിക്കുണ്ടായ പ്രശ്നത്തിന് ഞാനിവിടെ പ്രതികാരം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടിരുന്ന കുറെ ബസ്സുകളുടെ ചില്ലുകൾ അവൻ തകർത്തു. ചായ കുടിക്കാൻ പോയ ജീവനക്കാർ തിരിച്ചെത്തുമ്പോൾ ബസ്സുകളുടെ ചില്ല് തകർന്നു കിടക്കുന്നു. അങ്ങനെ പോലീസ് വന്നു അന്വേഷണം ആരംഭിച്ചു. ഇത് ആരാ ചെയ്തതെന്ന് ആർക്കും മനസ്സിലായില്ല. വിനോദും വൈശാഖും ആകട്ടെ വിനോദിനെ തേടി പോലീസ് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ KSRTCക്ക് നേരെ ഉണ്ടായ ഈ അക്രമം പാർട്ടിക്കാർ ഏറ്റെടുത്ത വലിയ പ്രശ്നമായി. എന്നാൽ വിനോദിനെ തേടി ആരും വന്നില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറ വർക്ക് ചെയ്യുന്നതായിരുന്നില്ല. അത് കാരണം ഇവനാണ് ആ വണ്ടിയുടെ ചില്ല് തകർത്തതെന്നുള്ള കാര്യം ആരും അറിഞ്ഞതുമില്ല. പോലീസുകാർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കീഴടങ്ങാമെന്ന് വൈശാഖ് വിനോദിനോട് പറയുന്നു. അങ്ങനെ അവൻ പറഞ്ഞത് പ്രകാരം വിനോദ് രണ്ടും കൽപ്പിച്ച് സ്റ്റേഷനിൽ പോയി പറയുന്നുണ്ട്, ആ ബസിന്റെ ചില്ല് തകർത്ത പ്രതിയെ നിങ്ങൾക്കറിയാമോ? അത് ഞാനാണ് എന്ന്. എന്നാൽ അവനത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ പോലീസുകാർ പറയുന്നുണ്ട്, ആ പ്രതിയൊക്കെ നേരത്തെ പിടിച്ചുവെന്ന്. ഇത് കേട്ട് വിനോദ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പോലീസുകാര് ഒരു അതിഥി തൊഴിലാളിയെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവനാണ് ആ ബസിന്റെ ചില്ല് തകർത്തതെന്ന്. ഭുവൻചന്ദ് എന്നായിരുന്നു അയാളുടെ പേര്. ഏതോ നിരപരാധിയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നതാണെന്ന് വിനോദിന് മനസ്സിലായി. അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനാണ് ആ ചില്ല് തകർത്തതെന്ന്. പക്ഷെ ആരും അവനെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഓൾറെഡി അവന്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടല്ലോ. അടുത്ത വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട് അവൻ വെറുതെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതാണെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെ അവരുടെ ആ പ്ലാൻ പൊളിഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ആലോചിച്ചിങ്ങനെ ഒരു ബേക്കറിയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ വെച്ച് കാവ്യ ഇവർ കാണുന്നു. തന്റെ മകളുടെ പിറന്നാളിന് കേക്ക് വാങ്ങിക്കാനാണ് കാവ്യ വന്നത്. പിറന്നാളായിട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നില്ലെന്ന് ചോദിച്ചിട്ട് കാവ്യയുടെ വണ്ടിയിലേക്ക് അവർ രണ്ടുപേരും ഇടിച്ചു കയറി. എന്നാൽ അതൊരു ചെറിയ പിറന്നാൾ ആഘോഷമായിരുന്നു. കാവ്യ മകളും വീട്ടിലെ ജോലിക്കാരിയും മാത്രം. കാവ്യയുടെ ഹസ്ബൻഡിനെ പറ്റി ജോലിക്കാരിയോട് വിനോദ് ചോദിക്കുമ്പോഴാണ് ചില സത്യങ്ങള് വിനോദ് മനസ്സിലാക്കുന്നത്. കാവ്യ അവളുടെ ഹസ്ബൻഡും ഡിവോഴ്സ് ആണ്. പക്ഷെ അവൾ കുറിയിടുന്നതും താലിയിടുന്നതും ആൾക്കാരുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാനായിരുന്നു. അവളുടെ ഹസ്ബൻഡ് അവളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുകയും തല്ലുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചാണ് അവൾ ഡിവോഴ്സ് ആയത്. വിനോദിന് കാവ്യയുടെ ഒരു ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങി. വിനോദ് കാവ്യയുടെ മകളുടെ കൂടെ പെട്ടെന്ന് തന്നെ കൂട്ടാവുകയും ചെയ്തു. വിനോദിനെ നല്ലപോലെ കാവ്യയ്ക്ക് മനസ്സിലാകുമായിരുന്നു. കാരണം കാവ്യയുടെ അച്ഛനും റെയിൽവേയിലാണ് ജോലി ചെയ്തിരുന്നത്. വിനോദിനെ പോലെ സിസ്റ്റം ശരിയാക്കാൻ ഇറങ്ങിത്തിരിച്ചതാണ് കാവ്യയുടെ അച്ഛനും. റെയിൽവേ ട്രാക്കില് മാലിന്യം തുറന്നുവിടരുതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് പരാതി കൊടുക്കാൻ പോയി. എന്നാൽ അതൊന്നും നടന്നില്ല. അങ്ങനെ ഒരു അച്ഛന്റെ മോളായതുകൊണ്ട് വിനോദിനെ പോലെ ഒരാളെ കാവ്യയ്ക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് വീണ്ടും വിനോദ് പോലീസുകാരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, താനാണ് ആ KSRTCയുടെ ചില്ല് തകർത്തതെന്ന്. എന്നാൽ ആ സമയം കോടതിയിൽ നിന്നും ആ അതിഥി തൊഴിലാളിയെ ഈ കേസിന്റെ പേരിൽ റിമാൻഡ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോവുകയായിരുന്നു. വിനോദ് പറയുന്നത് അപ്പോഴും ആരും വിശ്വസിച്ചില്ല. ഇതിനിടയ്ക്ക് തനിക്ക് മുകളിൽ നിന്നുള്ള പ്രഷർ എല്ലാം വകവയ്ക്കാതെ കാവ്യ വിനോദിന്റെ ആ പരാതി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാവ്യയുടെ ദേഷ്യം തോന്നിയ ആ ഭദ്ര ഹോട്ടലിന്റെ ഉടമയാകട്ടെ കാവ്യയുടെ മകളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. കുട്ടിക്ക് ചെറിയ പരിക്കുകൾ പറ്റി. സംഭവറിഞ്ഞ് ആകെ പേടിച്ച് കാവ്യ ഓഫീസിൽ നിന്നും നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആ സമയം ഓഫീസിലേക്ക് വന്ന വിനോദും വൈശാഖും ഇവള് പേടിച്ചോടുന്ന കണ്ടിട്ട് ഇവളെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ഇവൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് മനസ്സിലാകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെ പറ്റിയെല്ലാം തന്നെ വിനോദ് അറിയുന്നത്. വിനോദിനെ സഹായിച്ചിട്ടാണ് തനിക്ക് ഈ അവസ്ഥ വന്നതെന്ന് കാവ്യയ്ക്ക് അറിയാം. പക്ഷെ തന്നെ സംബന്ധിച്ച് തനിക്ക് മകള് മാത്രമേ ഉള്ളൂ. ആ മകൾക്ക് എന്തെങ്കിലും പറ്റുന്നത് തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ അവളും അനാഥയാകും. നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് വിനോദ് പറയുന്നു. ആ സമയത്താണ് ആ പരാതി എഴുതി കൊടുക്കുന്ന ലേഡി അവിടേക്ക് വരുന്നത്. ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവർ കാവ്യയോട് പറയുന്നുണ്ട്, ഇതുപോലൊരു ഹസ്ബൻഡിനെ കിട്ടിയ മോള് ഭാഗ്യവതിയാണെന്ന്. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ ഈ അടുത്തെങ്കിലും കണ്ടിട്ടില്ല എന്ന്. അവര് തന്നെ വീണ്ടും സുഖിപ്പിക്കാൻ പറയുന്നതാണെന്ന് വിനോദിന് മനസ്സിലായി. എന്നാൽ അതൊക്കെ കേട്ടപ്പോൾ അത്രയും നേരം വിഷമിച്ചിരുന്ന കാവ്യയും ചിരിക്കുന്നു. പതിയെ പതിയെ വിനോദും കാവ്യയും കൂടുതൽ അടുക്കാൻ തുടങ്ങി. പലയിടങ്ങളിലും വെച്ചും ഇവർ കാണാൻ തുടങ്ങി. രണ്ടുപേരും ആദ്യം നല്ല ഉറ്റ സുഹൃത്തുക്കളായി മാറി. ഓഫീസിലുള്ള ആൾക്കാര് ഇവരെ പറ്റി മോശം സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ കാവ്യ വിനോദിനോട് പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നവരവിടെ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ മതിയെന്ന്. ആ സമയം നമ്മളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെക്കാൾ ഒരുപാട് പിന്നിലാകും. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ആ ഹോട്ടൽ റീഓപ്പൺ ആക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടി ചാവൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്
സംസാരിച്ചുകൊണ്ടിരുന്ന അച്ഛനെയും മകനെയും വിനോദ് കാണുന്നു. ആ അച്ഛനും മകനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വെറുതെ ഓപ്പൺ ആക്കണമെന്ന് പറഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ പരാതി സ്വീകരിക്കില്ല. ആത്മഹത്യാ ഭീഷണി മുഴക്കി ആത്മഹത്യ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുമേ ഈ സിസ്റ്റം എന്തെങ്കിലും ചെയ്യൂ. അവര് പറയുന്ന കേട്ടപ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് വിനോദിന് തോന്നി. അവനും ആ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കാൻ തുടങ്ങി. KSRTC ഡിപ്പോകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും പബ്ലിക് ടോയ്ലറ്റുകൾ ക്ലീൻ ആക്കണമെന്നും എല്ലായിടത്തും അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ട് അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി നിൽക്കുകയായിരുന്നു. അവിടേക്ക് പോലീസുകാരും ജനങ്ങളും തടിച്ചുകൂടി. ന്യൂസുകാരെല്ലാം വന്ന് ഇത് ടിവിയിൽ കാണിക്കാൻ തുടങ്ങിയതോടുകൂടി അവന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അവനോട് വിളിച്ച് സംസാരിക്കുന്നു. നീ എന്താ ഈ കാണിക്കുന്നത്? ആത്മഹത്യ ചെയ്യാനൊന്നും നിൽക്കണ്ട, അവിടെ നിന്നും താഴെ ഇറങ്ങാൻ. എന്നാൽ അവൻ വെറുതെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവിടെ കയറി നിന്നത്. അവനങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് പേടിച്ചുപോയ കാവ്യം അവനോട് പറയുന്നുണ്ട്, നീ കാണിക്കുന്നത് മണ്ടത്തരോ, താഴേക്ക് ഇറങ്ങി വരാൻ. എന്നാൽ അവൻ കാവ്യ ആശ്വസിപ്പിക്കുകയായിരുന്നു. കാവ്യ പേടിക്കേണ്ട, എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ അടുത്ത നിമിഷം അവൻ താഴേക്ക് വീഴുന്നു. അവൻ നേരെ പോയി വീഴുന്നത് അവിടെ കൂട്ടിയിട്ടിരുന്ന മണൽക്കൂനയുടെ മുകളിലേക്കാണ്. അത് കാരണം അവന് കുറച്ച് പരുക്കുകൾ മാത്രമേ പറ്റിയുള്ളൂ. പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവന്റെ ആത്മഹത്യാ ശ്രമം വൈറലായതോടുകൂടി അവന്റെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തന്നെ ഇടപെട്ടു. എല്ലായിടത്തെയും പൊതു ടോയ്ലറ്റുകൾ നല്ലപോലെ ക്ലീനാക്കി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വെച്ചു. എന്താണെങ്കിലും അവന്റെ ആ പോരാട്ടം വിജയിച്ചു. അതിനിടയ്ക്ക് അവൻ വൈശാഖിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ തള്ളിയിട്ടതെന്ന്. ശരിക്കും വിനോദ് സ്വയം ചാടിയതായിരുന്നില്ല, വൈശാഖ് അവനെ തള്ളിയിട്ടതായിരുന്നു. ചാടും എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് വൈശാഖിനും തോന്നി. താഴെ മണൽക്കൂന കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ തള്ളിയിട്ടാലും ഇവൻ വീഴാൻ പോകുന്നത് അവിടേക്കാണെന്നും അവൻ മരിക്കില്ല എന്നും വൈശാഖിന് ഉറപ്പുണ്ടായിരുന്നു. അവനായിട്ട് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്റെ ചാട്ടം തെറ്റും. നേരെ പോയി വീഴുന്നത് കോൺക്രീറ്റ് നിലത്തേക്കായിരിക്കും. അവൻ ചാവുകയും ചെയ്യും. അതിലും ഭേദം ഞാനായിട്ട് പ്ലാൻ ചെയ്ത് തള്ളിയിടുന്നതാ നല്ലതെന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ അങ്ങ് തള്ളിയിട്ടതാണെന്ന് വൈശാഖ് പറയുന്നു. അവന്റെ ആ പോരാട്ടം അവിടെ വിജയിച്ചെങ്കിലും ഇവിടെ അവൻ KSRTCക്ക് കല്ലെറിഞ്ഞത് ഇപ്പോഴും ആൾക്കാരെ അറിഞ്ഞിട്ടില്ലല്ലോ. അത് ചെയ്തത് ഒരു അതിഥി തൊഴിലാളിയാണെന്ന് പറഞ്ഞ് അവനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. എന്നാൽ ആ തൊഴിലാളി തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് താൻ തന്റെ യജമാന്റെ വീട്ടിൽ വണ്ടി കഴുകുകയായിരുന്നുവെന്ന് അവിടുത്തെ CCTV ക്യാമറ ദൃശ്യം കാണിച്ചതോടുകൂടി കോടതി ആ തൊഴിലാളിയെ വെറുതെ വിട്ടു. അപ്പോഴും യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാര് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതേ ടൈമിൽ വിനോദ് കൊടുത്ത പരാതിയുമേൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് വന്ന് ഭദ്ര ഹോട്ടൽ പൂട്ടിച്ചു. ആ മുതലാളിക്കിട്ട് വിനോദും കുട്ടരും നല്ലൊരു പണിയും കൊടുത്തു. തനിക്കെതിരെ കള്ളക്കേസ് വന്നത് കാരണം ആ അതിഥി തൊഴിലാളി വെറുതെ ഇരുന്നില്ല. യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ അവിടെ അടുത്തുള്ള ബേക്കറിയിൽ ക്യാമറയെല്ലാം പരിശോധിച്ചു. അവിടെ നിന്നും ഒരു ദൃശ്യം കൊണ്ടുവന്ന് പോലീസുകാരെ കാണിക്കുന്നു. KSRTCക്ക് കല്ലെറിഞ്ഞത് ആരാണെന്ന് പോലീസുകാർക്ക് ഇതോടെ മനസ്സിലായി. എന്നാൽ നമ്മൾ വിചാരിച്ച പോലെ അത് വിനോദായിരുന്നില്ല. വിനോദിന്റെ കൂടെ വൈശാഖ് ഉണ്ടായിരുന്നു. വിനോദ് എറിഞ്ഞു കഴിഞ്ഞാൽ ഉന്നം തെറ്റുമെന്നും എറി കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ആ KSRTC ബസിന്റെ ചില്ലെല്ലാം തന്നെ എറിഞ്ഞൊടിച്ചത് വൈശാഖനായിരുന്നു. അങ്ങനെ ആ കാര്യത്തിനും ഒരു ക്ലാരിറ്റി കിട്ടി. പക്ഷെ അപ്പോഴും വിനോദിന്റെ വീട്ടുകാർക്കും വിനോദിനും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, അവന്റെ ആ നഗ്ന വീഡിയോ വൈറലാക്കിയത് ആരാണെന്ന്. അങ്ങനെ കഥ വീണ്ടും ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പാന്റ് ഇല്ലാതെ അവനവിടെ നിൽക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയം ബസിന്റെ ബാക്കിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. കിളിപോൾ എന്നറിയപ്പെടുന്ന ആ ഇൻഫ്ലുവൻസറാണ് അവന്റെ ആ വീഡിയോ വൈറലാക്കിയത്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.